കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിട്ടുള്ള ഒരു ടാറ്റു ഉണ്ടായിരുന്നു 7 ചക്രാസ് എന്ന് പറഞ്ഞിട്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മളുടെ ഒരു ടാറ്റു ചെയ്ത വീഡിയോ കുറച്ചധികം പേര് കണ്ടു. സോ അതിൻ്റെ റെസ്പോൺസ് ഭയങ്കരമായിട്ട് നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. കാരണം കൂടുതൽ ആൾക്കാരും എന്താണ് ഈ ടാറ്റു മീൻ ചെയ്യുന്നത്, 7 ചക്ര എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് എത്ര രൂപയാണ്, ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആയിട്ട് കുറേ പേരുണ്ട്. സോ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് ടാറ്റു സിമ്പിൾ എന്നുള്ള ഇതിൻ്റെ അപ്പുറത്തേക്ക് ശരിക്കും ഈ 7 ചക്രാസ് എന്താണ്, ഇത് ബോഡിയിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്താണ് 7 ചക്ര? ശരിക്കും നമ്മളുടെ ബോഡി പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആറ്റംസ് കൊണ്ട് നിർമ്മിതമാണ്. അതായത് ആറ്റംസ് പറയുമ്പോൾ ഊർജ്ജപ്രവാഹം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രവഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ എനർജി എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ വീട്ടിലൊക്കെ വയറിംഗ് ഒക്കെ ചെയ്യില്ലേ. ഇപ്പോൾ ഈ റൂമിൽ നിന്ന് ആ റൂമിലേക്ക് കറണ്ട് കൊടുക്കുന്നു, അപ്പുറത്തേക്ക് കറണ്ട് കൊടുക്കുന്നു, കിച്ചണിലേക്ക് പോകുന്നു, പല പല ലൈറ്റുകൾ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ, ഇങ്ങനെ ഓരോ യന്ത്രങ്ങളും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എനർജികൾ കൊടുക്കുന്ന പോലെ തന്നെ നമ്മളുടെ ബോഡിയിലും പല പല അവയവങ്ങളും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനർജികൾ കൊണ്ട് ഡെലിവർ ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ട്. 72,000 നാഡികൾ ചേർന്നതാണ് നമ്മളുടെ ബോഡി, അല്ലെങ്കിൽ 72,000 നാഡികൾ നമ്മളുടെ ബോഡിയിൽ എനർജി ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്, കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ട്. അപ്പോൾ ഈ 72,000 നാഡികളെ കണക്ട് ചെയ്തുകൊണ്ടാണ് ശരിക്കും ഈ ചക്രാസ് ഡെവലപ്പായത്. അതായത് ആ 72,000 നാഡികളെ കേന്ദ്രീകരിച്ചു കൊണ്ടൊരു 114 ചക്രാസിനെ ഡിഫൈൻ ചെയ്തു. ഇപ്പോൾ ചക്ര എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഒരു കറങ്ങുന്ന അല്ലെങ്കിൽ ഒരു എനർജി ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ്, അങ്ങനെയാണ് നമ്മളതിനെ ഡിഫൈൻ ചെയ്യുക. സോ ഈ ചക്രാസ് 114 ചക്രാസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 112 ചക്ര നമ്മളുടെ ശരീരത്തിനകത്തും 2 ചക്ര ശരീരത്തിന് പുറത്തുമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ടോട്ടൽ നമ്മളുടെ ചക്രാസ്, നമ്മൾ ആ സിമ്പിൾ വീഡിയോ കണ്ടവർക്കറിയാം, ഈ സിമ്പിൾസൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ലോട്ടസിൻ്റെ ആകൃതിയിലായിരിക്കും, ഒരു ഫ്ലവറിൻ്റെ ആകൃതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഫ്ലവറായിട്ടാണ് ശരിക്കും ഇതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 108 ചക്രനെ ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 ഘടകങ്ങളാക്കി അല്ലെങ്കിൽ 3 നാഡികളാക്കി തിരിച്ചിട്ട് അതിലേക്കാണ് ഇതിനെ കൊണ്ടെത്തിക്കുന്നത്. ഈ 3 നാഡികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഒന്ന് ഈട, 2 പിങ്കള, പിന്നെ സുഷുമ്ന. അത് നമ്മളുടെ സ്പൈൻ സുഷുമ്ന നാഡിയോട് ചേർന്ന് 2 നാഡികളായിട്ടാണ് ഇത് ശരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ഡോക്ടറുകളുടെ സിമ്പിളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഡോക്ടേഴ്സിൻ്റെ സിമ്പിൾ ഉണ്ടല്ലോ, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ ഉണ്ടായിരിക്കും, പിന്നെ 2 പാമ്പുകൾ പോലെ 2 നാഡികളും. അപ്പോൾ അത് ഓർത്താൽ മതി. അങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈനിനെ അലൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്പൈനിനോട് ചേർന്നിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ എനർജി സേവ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ബോഡിക്ക് വേണ്ട എനർജി കൂടുതലായിട്ടും കൊടുക്കുന്ന സ്ഥലമുള്ളത്. അതായത് നമ്മളുടെ ഏറ്റവും അടിവയർ മുതൽ ഈ ഭാഗം വരെ, ഏറ്റവും മുകൾ ഭാഗം വരെയുള്ള ഭാഗങ്ങളിലാണ് ശരിക്കും ഈ 7 ചക്രാസിനെയും അലൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 108 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചക്രാസിനെ 3 നാഡികളായി തിരിച്ച് ഈ 3 നാഡികളുടെയും വേ ഉണ്ട്, പാത്ത് വേ ഉണ്ട്. ഈ നാഡികൾ ഡെലിവറി ചെയ്യുന്ന, എനർജി ഡെലിവറി ചെയ്യുന്ന പാത്തിനെ നമ്മൾ 7 ചക്രാസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതിലെ ഫസ്റ്റ് ചക്ര എന്ന് പറയുന്നത് മൂലാധാര ചക്ര എന്ന് പറയും. മൂലാധാര പറയുമ്പോൾ റൂട്ട് ചക്ര. ഈ റൂട്ട് ചക്രയിൽ ശരിക്കും സിറ്റുവേറ്റ് ഇരിക്കുന്നത്, റൂട്ട് ചക്ര നിലനിൽക്കുന്നത് പറഞ്ഞാൽ ഏറ്റവും നമ്മുടെ സ്പൈനിൻ്റെ ഏറ്റവും അടിഭാഗത്ത് റെഡ് കളറിലാണ് ഈ ചക്ര റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അത് റെഡ് എന്ന് പറയുന്നത് ശരിക്കും എപ്പോഴും ഒരു സ്ട്രെങ്ത്തിൻ്റെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു കളറായിട്ടാണ് ഇതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റൂട്ട് ചക്ര എന്ന് പറയുമ്പോൾ 4 ഇതളുകളുള്ള ഒരു ലോട്ടസ് ആയിട്ടാണ്. ശരിക്കും ഇത് ഒരു എർത്ത് എലമെൻറ്റ്, നമ്മളുടെ ഡയറക്റ്റ് നമ്മളുടെ ബോഡി എർത്തുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ശരിക്കും ഈ ചക്രനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. കാരണം ഇതാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചക്ര എന്ന് പറയപ്പെടുന്നത്. നമ്മൾക്ക് സ്ട്രെങ്ത് തരുന്നത്, നമ്മൾക്ക് എന്തെങ്കിലും പേടിയാവുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒരു ടെൻഷൻ അനുഭവിക്കുമ്പോഴോ ഒക്കെ നമ്മൾക്ക് പവർ തരുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ പവറിനെ ഫോക്കസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ചക്ര കൂടിയാണ് ഈ റൂട്ട് ചക്ര എന്ന് പറയുന്നത്. ഈ റൂട്ട് ചക്രനെ ശരിക്കും റൂട്ട് ചക്ര എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് ശരിക്കും ബാക്ക് പെയിൻ ഉണ്ടാവുക, അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലംസ് ഉണ്ടാവുക, പിന്നെ അതുപോലെ മൊത്തത്തിലൊരു ബോഡി വീക്കായ ഒരു ഫീൽ തോന്നും, അല്ലെങ്കിൽ ഡിപ്രഷൻ പലർക്കും തോന്നാറുണ്ട്. ഫിയർ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം
തോന്നാറുണ്ട്. ഇത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിയർ ആവും, നമ്മൾ സ്ട്രെങ്തൻ ആവും, സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചക്രയാണ് ശരിക്കും റൂട്ട് ചക്ര എന്ന് പറയുന്നത്. അടുത്ത ചക്ര എന്ന് പറയുന്നത് സ്വാധിഷ്ഠാന ചക്ര അല്ലെങ്കിൽ സേക്രൽ ചക്ര എന്ന് പറയും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊക്കിളിന് ഒരു 2 ഇഞ്ച് താഴെയായിട്ടുള്ള ആ സ്പേസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ശരിക്കും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സെക്ഷൽ ഓർഗൻസ് അല്ലെങ്കിൽ സ്മോൾ ലാർജ് ഇൻറ്റസ്റ്റൈൻസ് ഒക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്. സോ ഒരു വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എർത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണെങ്കിൽ ഇത് വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. ഈ ഒരു ചക്രയുടെ കളർ എന്ന് പറയുന്നത് ഓറഞ്ച് കളറാണ്. അതേപോലെ തന്നെ ഇത് 6 ഇതളുകളുള്ള ഒരു ലോട്ടസ് ആയിട്ടാണ് ശരിക്കും ഈ സിമ്പിൾ ഡിഫൈൻ ചെയ്യുന്നത്. ശരിക്കും ഈ സ്വാധിഷ്ഠാന ചക്രയെ എഫക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഈ ലോവർ ബാക്ക് പെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ചക്ര ആക്ടിവേറ്റ് ആവണം എന്നുള്ളത് പറയുന്നത്. അടുത്ത ചക്രയാണ് മണിപ്പൂര ചക്ര അല്ലെങ്കിൽ സോളാർ പ്ലെക്സസ് എന്ന് പറയും. ശരിക്കും ദ പവർഫുൾ ചക്ര എന്ന് കൂടി ഇതിനെ അറിയപ്പെടുന്നുണ്ട്. കാരണം ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ചക്രയാണ്. നമ്മളുടെ പൊക്കിളിൻ്റെ ഒരു 4 ഇഞ്ച് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിനെയും പാൻക്രിയാസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന, അതിന് കൺട്രോളുള്ള ഒരു ചക്ര കൂടെയാണ്. ശരിക്കും ഈ ഒരു ചക്രയ്ക്ക് എന്തെങ്കിലും എഫക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് വീക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആങ്കർ ആവാൻ ചാൻസ് ഉണ്ട്, സെൽഫ് കോൺഫിഡൻസിനെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഗ്രീഡ്, ജെലസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ഇമോഷൻസിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അതിനെ ഓവർ കൺട്രോൾ വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല പവർഫുൾ ആകും. അതുകൊണ്ടാണ് ഇതിനെ പവർഫുൾ ചക്ര എന്ന് കൂടെ വിളിക്കുന്നത്. യെല്ലോ കളറിലാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. 10 ഇതളുകളുള്ള ഒരു ലോട്ടസ് ആയിട്ടാണ് ശരിക്കും ഈ ചക്രനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് അനാഹത ചക്ര അല്ലെങ്കിൽ ഹാർട്ട് ചക്ര. ഹാർട്ട് എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മളുടെ ഹൃദയം അല്ലെങ്കിൽ സ്നേഹം. ശരിക്കും ഹൃദയത്തിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഈ ചക്ര നിലകൊള്ളുന്നത്. അതേപോലെ തന്നെ ലവാണ്, ഡീപ്പ് ലവാണ് ശരിക്കും ഇതിൻ്റെ ഒരു കൺട്രോൾ, റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അറിയാലോ, അതിൻ്റെ ഒരു ഇംബാലൻസ് വരുന്ന സമയത്ത് നമുക്ക് ലവിന് നേരെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ സിറ്റുവേഷൻ എന്തായിരിക്കും എന്നുള്ളത്. സോ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇത് ബാലൻസ് ചെയ്യണമെന്ന് പറയുന്നത്. ഈ അനാഹത ചക്ര എന്ന് പറയുന്നത് ഗ്രീൻ കളറിലാണ്, പച്ച കളറിലുള്ള ഒരു ചക്രയായിട്ടാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. 12 ഇതളുകളുള്ള ലോട്ടസ് ആയിട്ടാണ്. അടുത്ത ചക്ര എന്ന് പറയുന്നത് വിശുദ്ധി ചക്ര. വിശുദ്ധി ചക്ര പറയുമ്പോൾ ത്രോട്ട്, നമ്മളുടെ ത്രോട്ടിൻ്റെ സെൻട്രലായിട്ടുള്ള പൊസിഷനിൽ ഉള്ള ചക്രയാണ്. ഇത് ശരിക്കും കൺട്രോൾ ചെയ്യുന്നത് ഒരാളുടെ ഇമോഷൻ, സൗണ്ട് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി, ഇതിനൊക്കെയാണ്. പ്രോബ്ലംസ് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ചക്രയ്ക്ക് എനർജി കുറവാകുന്ന സമയത്ത് നമ്മൾക്ക് എഫക്റ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷൈനെസ് അല്ലെങ്കിൽ സ്റ്റേജ് ഫിയറൊക്കെ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഫിയർ ആവുന്ന ഒരു സിറ്റുവേഷൻ, നമ്മൾക്ക് നമ്മളുടെ എക്സ്പ്രഷൻ പ്രകടിപ്പിക്കാൻ തോന്നാത്തൊരവസ്ഥ, ഇത്തരം ഈ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഇമോഷൻ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റാതിരിക്കുന്നതിന് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചക്ര ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടാണ്. ശരിക്കും ആ ചക്ര ബാലൻസ് ആയി കഴിഞ്ഞാൽ ഈ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ, റൈറ്റേഴ്സ്, ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചക്ര ഭയങ്കര ആക്റ്റീവ് ആവുമെന്ന് പറയാം. ഇത് 16 ഇതളുകളുള്ള സ്കൈ ബ്ലൂ കളറിലുള്ള ഒരു ചക്രയായിട്ടാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ആജ്ന ചക്ര അല്ലെങ്കിൽ തേർഡ് ഐ, നമ്മുടെ 2 പുരികിൻ്റെയും ഈ സെൻറ്റർ പോയിന്റിൽ വരുന്ന ചക്രയാണ് ആജ്ന ചക്ര അല്ലെങ്കിൽ തേർഡ് ഐ എന്ന് പറയുന്ന ചക്ര. ഇത് ഈ ഏരിയയിൽ തന്നെയാണ് ശരിക്കും ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ കണ്ണ്, മൂക്ക്, ചെവി, ഇതിനെ റിലേറ്റ് ചെയ്തിട്ടും പിന്നെ നമ്മുടെ ബ്രെയിനിനെ റിലേറ്റ് ചെയ്തിട്ടും തന്നെയാണ്. ഒരു ഇൻഡ്യൂറ്റീവ് പവർ എന്നൊക്കെ പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് ശരിക്കും ഈ തേർഡ് ഐ എന്നാണ്. ശരിക്കും ഈ തേർഡ് ഐ ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് ഒരാളുടെ ഒരു സ്പിരിച്വൽ ഐ ഓപ്പൺ ആവുക, അല്ലെങ്കിൽ ഈ ടെലികിനീസിസ് പോലുള്ള പ്രോസസ്സുകൾ, അതുപോലെ ടെലിപ്പതി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ടെലിപ്പതിയൊക്കെ വർക്കാവുന്നത്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടാവുന്നതൊക്കെ ശരിക്കും ഈ തേർഡ് ഐ ആക്ടിവേറ്റ് ആകുമ്പോഴാണ്. ഇതിൽ പ്രോബ്ലംസ് വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റൽ ഡിസീസസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മൂക്ക് സംബന്ധമായ രോഗങ്ങളും കണ്ണ്, ചെവി സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേർഡ് ഐ ചക്ര ആക്ടിവേറ്റ് അല്ലാതാവുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ആ എനർജി ഫ്ലോനെ എഫക്റ്റ് ചെയ്യുമ്പോഴാണ്. ഇത് ശരിക്കും ഇൻഡിഗോ കളറിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതും ഒരു 2 ഇതളുകളുള്ള ഒരു ലോട്ടസ് ആയിട്ടാണ് ശരിക്കും ഈ തേർഡ് ഐ ചക്രനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ഈ ആജ്ന ചക്ര എഫക്റ്റ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അത് ലോ ആവുന്നവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ലേണിംഗ് സ്കില്ലൊക്കെ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ള ഡിസിഷൻ മേക്കിംഗ് പവറൊക്കെ അല്ലേ, അതൊക്കെ വളരെ കുറവായിരിക്കും. അടുത്തതായിട്ട് നമ്മുടെ 7th ചക്ര, സഹസ്രാര ചക്ര അല്ലെങ്കിൽ ക്രൗൺ ചക്ര എന്നറിയപ്പെടുന്ന ചക്ര, നമ്മളുടെ ഹെഡിൻ്റെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ചക്രയാണ്. ഇത് കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ പ്യുവർ കോൺഷ്യസ്നെസ്സിനെ, നോളജ്, വിസ്ഡം അല്ലെങ്കിൽ അവെയർനെസ്, പിന്നെ സ്പിരിച്വാലിറ്റി, ഇങ്ങനെ കുറേ കാര്യങ്ങളിലാണ് ശരിക്കും ഈ ചക്ര ഫോക്കസ് ചെയ്യുന്നത്. ഇതിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും പീനിയൽ ഗ്ലാൻഡിനെ അല്ലെങ്കിൽ അപ്പർ ബ്രെയിനിനെ അല്ലെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയാണ് ശരിക്കും സഹസ്രാര ചക്ര എഫക്റ്റ് ചെയ്യുക. സോ ഇത് ഭയങ്കര പവർഫുള്ളാണ്. ഏറ്റവും ടോപ്പ് ഓഫ് ദ ഹെഡ് എന്ന് പറയുന്ന ഒരു ചക്രയാണ്. പേര് പോലെ തന്നെയാണ് സഹസ്രാര ചക്ര. 1000 ഇതളുകളുള്ള ഒരു ലോട്ടസ് ആയിട്ടാണ് ശരിക്കും ഈ ചക്രയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ഇത് വയലറ്റ് കളറിലാണ് ശരിക്കും നിലകൊള്ളുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും ഈ ചക്രാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 7 ചക്രാസ് ടാറ്റു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് അല്ല എങ്കിൽ കൂടി ഇതിനെ കുറേ പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കണ്ടായി, എന്താണ് ചക്ര, ഇതെന്താണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു അവെയർനെസ് ആയിട്ടൊരു വീഡിയോ ഇട്ടാൽ കൊള്ളാം എന്ന് തോന്നി. അപ്പോൾ ഇത് സ്പിരിച്വലായിട്ടാണ് ശരിക്കും ഈ ഒരു ചക്രാസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വരുന്നത്, അല്ലെങ്കിൽ യോഗ, മെഡിറ്റേഷൻ, അതിൽ പെടുന്ന ഒരു സിമ്പലാണ് ശരിക്കും ഈ ചക്ര. നമ്മളുടെ സ്റ്റുഡിയോയിൽ GNDയിൽ തന്നെ സ്പൈനിൽ ഇതേപോലെ 7 ചക്രാസ് ചെയ്തിട്ടുള്ള ടാറ്റൂസ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ചക്രാസ് റിലേറ്റഡ് ആയിട്ടുള്ള ടാറ്റൂസൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലാണ് ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ശരിക്കും ആ ഒരു എനർജി കൺസീവ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ ടാറ്റൂസ് പലരും സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ടാറ്റു എന്ന് പറയുന്നത് മണിക്കൂറോളം ടൈം സ്പെൻഡ് ചെയ്ത ടാറ്റു ആണ്. സോ ഇത്രയും നേരം നീഡിൽ വെച്ചിട്ട് നമ്മൾ പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എനർജി ഫ്ലോ കൂടി വരും. ശരിക്കും നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളുടെ സ്പൈനിലാണ് ഈ എനർജി ഫ്ലോ അലൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതും നമ്മുടെ ബോഡീനെ കൺട്രോൾ ചെയ്യുന്ന എനർജി പോയിന്റുകളെല്ലാം ഈ സ്പൈനുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ളതും നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. സോ അവിടെ ഒരു ടാറ്റു ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പവർ എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും. സോ ആ പവർ കൺസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഫുൾ ഫ്ലെഡ്ജിൽ അത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ശരിക്കും ഈ ടാറ്റു സ്പൈനിൽ ചെയ്യുന്നത്. എന്നാൽ ഇതേ ടാറ്റു മറ്റ് സ്ഥലങ്ങളിൽ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ സ്പിരിച്വാലിറ്റി അറ്റൈൻ ചെയ്യുക, അല്ലെങ്കിൽ സ്പിരിച്വൽ കണക്ഷൻ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതായത് ഒരാളുടെ ക്യാരക്ടർ റിഫ്ലക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡ്, ഇതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണല്ലോ ടാറ്റു എന്ന് പറയുന്നത്. സോ അത് റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ടാറ്റു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ഡിസൈനോ അല്ലെങ്കിൽ ടാറ്റുവോ അതിനെക്കുറിച്ചിട്ടുള്ള മീനിങ്സ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. നമ്മൾ അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം.